നമസ്കാരം. ജീവിതമാണ് കലയുടെ ഉറവിടം. കല തന്നെയാണ് ജീവിതം. കല ഒരു ക്രിയേറ്റിവിറ്റിയാണ്, ദൈവത്തിൻ്റെ വരദാനമാണ്. ജീവിതമാണ് കാവ്യവിഷയമെന്ന് ആംഗലേയ സാഹിത്യകാരനായ മാത്യു അർണോഡ് പറഞ്ഞിട്ടുണ്ട്. തത്വചിന്തകർ പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൻ്റെ പ്രകാശനം കലയിൽ നിന്ന് ഉണ്ടാകണം. ഇറ്റാലിയൻ കലകളുടെ ആസ്ഥാനമാണ് റോം. ക്രൈസ്തവ ആധ്യാത്മികതയുടെ സന്ദേശം അവർ കലകളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. റോമിൽ നിന്നാണ് ഐക്കണോഗ്രാഫിയുടെ പ്രചരണം കൂടുതലായി നടക്കുന്നത്. ഐക്കണോഗ്രാഫി, ഈ പദങ്ങൾ ശ്രദ്ധേയമാണ്. വിശാലമായ ഒരു പഠനശാഖയാണ്. ക്രൈസ്തവ കലയിൽ അതുല്യമായ സ്ഥാനമാണ് ഐക്കണിന് ഉണ്ടാകുന്നത്. എയ്ക്കോൺ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഐക്കൺ എന്ന പദം ഉത്ഭവിച്ചത്. പ്രതിബിംബം അഥവാ ഛായ എന്നർത്ഥമുള്ള എയ്ക്കോൺ ഐക്കൺ എന്ന പദത്തിൻ്റെ മൂലപദമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച അവൻ്റെ ഛായയിലാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ ഇത് പ്രതിപാദിക്കുന്നുണ്ട്. ധന്യനായ പൗലോസ്ലീഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്, ദ ഫസ്റ്റ് ബോൺ ഓഫ് എവറി ക്രീച്ചർ. ഇതിൽ നിന്നാണ് ഐക്കണുകൾക്ക് ഉത്ഭവിക്കാനുള്ള പ്രചോദനമുണ്ടായിരിക്കുന്നത്. ദൈവവചനത്തിൻ്റെ ചുവട് പിടിച്ച ദൈവിക രഹസ്യങ്ങളെയും ആത്മീയ സത്യങ്ങളെയും പ്രതീക ഭാഷയുടെ സഹായത്തോടെ രചിക്കുന്ന ക്രൈസ്തവ ചിത്രീകരണങ്ങളാണ് ഐക്കണുകൾ. ഇത്തരമുള്ള ചിത്രമെഴുത്തിനും ചിത്രീകരണ സമ്പ്രദായത്തിനും ഐക്കണോഗ്രാഫി എന്ന് പറയുന്നു. നിറങ്ങളിൽ ചാലിച്ച ദൈവവിശ്വാസത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും വിശ്വാസ പൈതൃകത്തിൻ്റെയും നിദർശനമാണ് ഐക്കൺ. ഇറ്റ് ഈസ് എ വിൻഡോ ടു ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ജാലകം, നിറങ്ങളിൽ എഴുതപ്പെട്ട ദൈവശാസ്ത്രം. ഐക്കൺ നിരക്ഷരരുടെ ബൈബിൾ എന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഐക്കൺ രചിക്കുന്നത്. ഐക്കൺ വരയ്ക്കണമെങ്കിൽ, എഴുതണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. ഭക്തന്മാരായ സന്യാസി വീരന്മാർ 40 ദിവസം ഉപവസിച്ചതിനു ശേഷമാണ് ഐക്കൺ വരയ്ക്കുന്നത്. ഐക്കൺ അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സുകൾക്ക് ആത്മീയ ആനന്ദം പകരും. ദൈവികമായ സൗന്ദര്യം പകരുന്ന ജീവിത വിശുദ്ധിയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരു കലാശില്പം, നിരക്ഷരരുടെ ബൈബിൾ. ഇത് ശ്രദ്ധേയമായ ഒരു ആർട്ടാണ്. നാം ഇത് കാണുമ്പോൾ ഒരു ബിംബാരാധനയായിട്ട് കാണാതെ ഇത് മനുഷ്യ മനസ്സുകളെ ഉദ്ദീപിപ്പിക്കുന്ന, ചിന്തകൾ ഉണർത്തുന്ന ഒരു കലാരൂപമായി കണ്ട് ആധ്യാത്മിക ലോകത്തിലെ ചിന്തകൾ ഉണർത്തുവാൻ ഐക്കൺ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു ചൂണ്ടുപല മാത്രമാണ് ഐക്കൺ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിലൂടെ നമ്മുടെ ചിന്തകൾ ഉണർത്തട്ടെ. നല്ല ചിന്തകൾ, സൽചിന്തകൾ, ദൈവരാജ്യ മൂല്യങ്ങൾ പ്രഘോഷിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.